തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി. കേസിൽ ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി വിധിച്ചു. ഒരു കൊല്ലത്തിനകം വിചാരണ പൂർത്തിയാക്കണം. പ്രതികൾ അടുത്ത മാസം 20-നോ അതല്ലെങ്കിൽ അടുത്ത പ്രവൃത്തി ദിനത്തിലോ വിചാരണ കോടതിയിൽ ഹാജരാക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, യഥാർത്ഥത്തിൽ വളരെ വലിയൊരു സെറ്റ് ബാക്കാണ് ആന്റണി രാജുവിന് ഉണ്ടായിരിക്കുന്നത്. ഈ തൊണ്ടിമുതൽ മാറ്റി എന്നുള്ള കേസ് എത്രയോ കാലമായി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോഴും വീണ്ടും ആ കേസ് ഉണർന്നു. ഹൈക്കോടതി അന്വേഷണം ആവശ്യപ്പെട്ടു. അപ്പോഴാണ് അദ്ദേഹം ഹർജി കൊടുത്തത് സുപ്രീം കോടതിയിൽ. ഇപ്പോൾ സുപ്രീം കോടതി ഹർജി തള്ളിക്കളഞ്ഞു മാത്രമല്ല, ഒരു കൊല്ലത്തിനകം ഇതിൻ്റെ വിചാരണ പൂർത്തിയാക്കാനും സുപ്രീം കോടതി ആവശ്യപ്പെടുന്നു. തീർച്ചയായിട്ടും SKN, കാരണം ഈ വിഷയത്തിൽ ആന്റണി രാജുവിന്റെ ഈ തൊണ്ടിമുതൽ കേസിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടത് അതിന്റെ വിചാരണ നീണ്ടു പോകുന്നതായിരുന്നു. കാരണം ഏതാണ്ടത് 22 തവണ ഈ കേസ് മാറ്റിവെക്കേണ്ടി വന്നു. കാര്യം പ്രതികളായിട്ടുള്ള ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർ വിചാരണ കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് 22ഓളം തവണ ഈ കേസ് മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി. എന്തായാലും അത്തരം കാര്യങ്ങൾ പരിശോധിച്ചത് കൊണ്ടായിരിക്കണം സുപ്രീം കോടതി ഒരു വർഷത്തിനകത്ത്, ഇന്നു മുതൽ ഒരു വർഷത്തിനകത്ത് ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കാൻ ഇപ്പോൾ വിധിയിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അടുത്ത മാസം 20-ന് പ്രതികൾ വിചാരണ കോടതിക്ക് മുൻപിൽ ഹാജരാകണം. ഈ 1990-ലെ സംഭവത്തിൽ ഈ തൊണ്ടി മുതലിൽ കൃത്രിമത്വം നടന്നുവെന്ന് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ CI ജയമോഹനാണ് ഹൈക്കോടതി വിജിലൻസിന് പരാതി നൽകുന്നത്. തുടർന്ന് 2005-ൽ IG ആയിരുന്ന TP സെൻകുമാർ പുനരന്വേഷണത്തിന് ഉത്തരവിടുന്നു. 2006-ൽ പോലീസ് അതിന്റെ കുറ്റപത്രം സമർപ്പിക്കുകയും 2014-ൽ വിചാരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും കേസ് ഈ പ്രതികൾ ഹാജരാകാത്തതിനെ തുടർന്ന് നീണ്ടു പോവുകയും അതിനുശേഷം ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ അന്നൊരു സാങ്കേതിക പ്രശ്നം ആന്റണി രാജു ചൂണ്ടിക്കാണിച്ചു. അതായത് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു തൊണ്ടി മുതൽ അത് ഇത്തരത്തിൽ കൃത്രിമത്വം കാണിച്ചാൽ ആ കോടതിയുടെ അനുമതി